അവർക്ക് വീടില്ല, ആരും നോക്കുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞപ്പോൾ അവർക്കൊരു വീട് വെച്ച് കൊടുത്തു. ആ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടീനെ ഭാരവഹിക്കുന്ന പ്രവൃത്തി അവർ ചെയ്യുകയാണ്. അത് പിന്നെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തു. വീടില്ല എന്ന് പറഞ്ഞ് വീട് വെച്ച് കൊടുത്തു. പക്ഷേ അവർ കൂടുതൽ മേച്ചിൽ പുറം കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയി. അല്ല, രാഷ്ട്രീയ മുതലെടുപ്പിനല്ല, ക്ഷേമ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് അവർ ഭിക്ഷയായിരിക്കുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അന്ന് ഇന്ന് എം പി ആയിട്ടുള്ള ശ്രീ ഡീൻ കുര്യാക്കോസൊക്കെ അവരെ ചെന്ന് കണ്ട് ഇപ്പോൾ പറഞ്ഞ് ആരും നോക്കാനില്ല. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരു സിമ്പതി തീർച്ചയായിട്ടും പാർട്ടിക്കുണ്ടായി. അതിപ്പോൾ വീടില്ലാത്തവർക്കൊക്കെ വീട് വെച്ച് നൽകണം തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതനുസരിച്ച് വീട് വെച്ച് കൊടുത്തു. പക്ഷേ അത് കിട്ടിയപ്പോൾ കൂടുതൽ ഇപ്പോൾ ഒരു റോഡില്ലാത്ത സ്ഥലത്ത് റോഡ് വേണമെന്ന് പറഞ്ഞിട്ട് റോഡുണ്ടാക്കുമ്പോൾ പിന്നെ അത് വികസിപ്പിക്കണം എന്ന് പറയും, പിന്നെ പാലം വേണമെന്ന് പറയും. അത് ആഗ്രഹമില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. ഇനിയിപ്പോൾ ചേരാൻ അവർക്ക് പാർട്ടികളൊന്നും ഇപ്പോൾ ബാക്കിയില്ലാത്തതുകൊണ്ട് അതിൽ തന്നെ നിൽക്കുന്നു വിചാരിക്കുക.